നമസ്കാരം. ശിശുദിനത്തിന് മംഗളങ്ങൾ എല്ലാ കൂട്ടുകാർക്കും സ്നേഹപൂർവ്വം നേരുന്നു. നാളത്തെ നായകരും ലോക സൃഷ്ടാക്കളുമായ ശിശുക്കളുടെ പ്രാധാന്യവും മഹത്വവും നന്നായി മനസ്സിലാക്കിയ ആളായിരുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14-ാം തീയതിയാണ് ഭാരതം ശിശുദിനമായി ആചരിക്കുന്നത്. കുട്ടികളോടുള്ള സ്നേഹവും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനുമായി ചെയ്ത സംഭാവനകളും കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ ജന്മദിനം രാജ്യം ഇങ്ങനെ ആചരിക്കുന്നത്. രാജ്യമെമ്പാടുമുള്ള കുട്ടികൾക്ക് അദ്ദേഹം പ്രിയങ്കരനായ ചാച്ചാജിയായിരുന്നു. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകം മാത്രം മതി കുട്ടികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ. 1928 സ്വാതന്ത്ര്യ സമര കാലത്ത് ജയിലിലായിരിക്കുമ്പോൾ മുസൂറിയിൽ താമസിക്കുകയായിരുന്ന 10 വയസ്സുകാരിയായ മകൾ ഇന്ദിരയ്ക്കയച്ച കത്തുകളാണിവ. കേവലം കുറച്ച് കത്തുകൾ എന്നതിൽ കവിഞ്ഞ് വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് പറക്കാൻ ഒരുങ്ങുന്ന ഒരു കുട്ടിക്ക് നെഹ്റു തെളിയിച്ചു നൽകുന്ന വെളിച്ചമാണിത്. ഓരോ കത്തുകളിലായി ലളിതമായി ചരിത്രത്തെ പറ്റിയും ഭൂമി ശാസ്ത്രത്തെ പറ്റിയും ഭാഷകളെ കുറിച്ചും വിവിധ ലോക രാജ്യങ്ങളെ കുറിച്ചും അങ്ങനെ നിരവധി വിഷയങ്ങളെ കുറിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഓരോ വിഷയങ്ങളിലും ഉള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തെന്ന് ഈ കൃതി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇന്ദിരയ്ക്കും ഈ വിഷയങ്ങളിൽ എത്തരത്തിലുള്ള കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടത് എന്നതിനെ കുറിച്ചും അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. മാതാപിതാക്കൾക്ക് മക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഈ പുസ്തകം. ഏതു രാജ്യം സന്ദർശിച്ചാലും അവിടെയുള്ള കുട്ടികളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തിയിരുന്ന ചാച്ചാജി ജപ്പാനിൽ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികൾ ഇന്ത്യയിലെ ആനകളെ കുറിച്ച് അദ്ദേഹത്തോട് അന്വേഷിച്ചു. ഇന്ത്യയിൽ തിരികെ എത്തിയപ്പോൾ നെഹ്റു ജപ്പാനിലെ കുട്ടികൾക്ക് ഒരു കുട്ടിയാനെ അയച്ചു കൊടുത്തു. തന്റെ മകൾ ഇന്ദിരയുടെ പേരുള്ള കുട്ടിയാനെ. അതെ, സ്വന്തം മകളെ പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് എല്ലാ കുട്ടികളും. 1889 നവംബർ 14-ന് അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. മോത്തിലാൽ നെഹ്റു, സ്വരൂപ റാണിയുമായിരുന്നു മാതാപിതാക്കൾ. കശ്മീരിലെ പണ്ഡിറ്റ് സമൂഹത്തിലുള്ള ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതിനാൽ അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് അറിയപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി, ഇംഗ്ലീഷ് ഭാഷയുടെ വ്യാപകമായ പ്രചാരം എന്നിവയിലെല്ലാം നെഹ്റുവിന്റെ ദീർഘവീക്ഷണം ഏറ്റവും പ്രകടമാണ്. കോളനി വാഴ്ചയിൽ നിന്ന് ഇന്ത്യക്കൊപ്പം മോചിതമായ മറ്റു പല രാജ്യങ്ങളും സ്വേച്ഛാധിപത്യത്തിന്റെ പിടിയിൽ അമർന്നപ്പോഴും ഇന്ത്യയിൽ ജനാധിപത്യം കരുത്തോടെ തഴച്ചു വളർന്നത് നെഹ്റുവിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. നെഹ്റുവിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങിയത് നെഹ്റു ഇന്ത്യയെ നയിച്ചിരുന്ന കാലത്താണ്. 1964 മെയ് 27-നാണ് നെഹ്റു അന്തരിച്ചത്. തന്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരു പിടി ഗംഗാ നദിയിൽ ഒഴുക്കണമെന്നും വലിയൊരു ഭാഗം വിമാനം വഴി ഇന്ത്യയിലെ കൃഷിക്കാർ അധ്വാനിക്കുന്ന വയലുകളിൽ വിതരണം എന്നുമായിരുന്നു
അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ ചിതാഭസ്മം അലഹബാദിലെ ത്രിവേണി സംഗമത്തിൽ ഒഴുക്കുകയും ഹിമാലയത്തിൽ രാജ്യമെങ്ങുമുള്ള കൃഷിയിടങ്ങളിലും പാടങ്ങളിലും വിമാനം വഴി വിതറുകയും ചെയ്തു. അതെ, സാധാരണക്കാരോട് ചേർന്ന് ജീവിച്ച, അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയ ഒരു യുഗപ്രഭാവനായിരുന്നു ജവഹർലാൽ നെഹ്റു. കുഞ്ഞുങ്ങളും പൂക്കളും മൃദുലവും നിർമ്മലവുമാണ്. അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ. ചാച്ചാജിയുടെ വാക്കുകളാണിവ. ആധുനിക ലോകത്തിൽ കുഞ്ഞുങ്ങൾ ഏറെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ COVID-19 കാലത്ത് കേരളത്തിൽ 179 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന വസ്തുത നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് മൃദുലവും നിർമ്മലവുമായ കുഞ്ഞുങ്ങളെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഏകാന്തതയുടെ, പീഡനങ്ങളുടെ ലോകത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ സ്നേഹത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈ ശിശുദിനത്തിൽ എല്ലാ കുഞ്ഞുങ്ങളുടെയും മുഖം സന്തോഷത്താൽ നിറയട്ടെ എന്ന ആശംസകളോടെ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.